മിഡിൽ ഈസ്റ്റ് നേരിടുന്ന പ്രശ്നങ്ങൾ വെറും ആ പ്രദേശത്തെ മാത്രം പ്രശ്നമല്ല. അതൊരു ഗ്ലോബൽ ക്രൈസിസ് ആയി മാറിയിരിക്കുന്നു. ഓരോ മിനിറ്റിലും പുതിയ വാർത്തകൾ വരുന്നു. പുതിയ എനർജി സൈറ്റുകൾ ആക്രമിക്കപ്പെടുന്നു. ലോകത്തെ ബാധിക്കുന്ന വലിയ പ്രശ്നമായി ഇത് മാറുന്നു. ഇതിന് പ്രധാന കാരണം ഗൾഫ് രാജ്യങ്ങളുടെ എനർജി പ്രൊഡക്ഷനാണ്. അതുപോലെ അവരുടെ എനർജി എക്സ്പോർട്സ് ആണ് മറ്റൊരു കാരണം. ഈ രാജ്യങ്ങളുടെ എനർജി ഇൻഫ്രാസ്ട്രക്ചർ കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ നിരവധി ആക്രമണങ്ങൾ നടത്തി. ഇറാന്റെ ലക്ഷ്യം വളരെ വ്യക്തമാണ്. US സൈന്യത്തെ ഈ പ്രദേശത്ത് നിന്നും പൂർണ്ണമായും മാറ്റണം. US ബേസുകൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. തങ്ങളുടെ എക്കണോമി തകർന്നിരിക്കുകയാണ് എന്ന് ഇറാന് നന്നായി അറിയാം. ഉപരോധങ്ങളാണ് ഇതിന് കാരണം. അതിനാൽ ഈ പ്രശ്നം കൂടുതൽ വ്യാപിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു. തങ്ങളുടെ അധികാരം കാണിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. അതുപോലെ ഗൾഫ് രാജ്യങ്ങളുടെ പ്രധാന വരുമാനം ക്രൂഡ് ഓയിലും നാച്ചുറൽ ഗ്യാസുമാണ്. ജനങ്ങളുടെ ജീവിതം ഇതിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകുന്നത്. മിന അൽ അഹമ്മദി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അതുപോലെ മിന അബ്ദുള്ള മറ്റൊരു പ്രധാന കേന്ദ്രമാണ്. കൂടാതെ റാസ് ലഫാൻ വളരെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജിക് സൈറ്റുകളിൽ ഒന്നാണ്. ഇവിടെയാണ് ആക്രമണങ്ങൾ ഉണ്ടായത്. എങ്കിലും ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചാക്രമിക്കാൻ പോയില്ല. അവർ ഒരു ഫുൾ ഫ്രണ്ടൽ വാർ തുടങ്ങാൻ തയ്യാറായില്ല. അവർ US, ഇസ്രായേൽ എന്നിവർക്കൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യുന്നില്ല. അവർ വെറും ഡിഫൻസ് മാത്രമാണ് ചെയ്യുന്നത്. വരുന്ന ഡ്രോൺസ് തടയുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അതുപോലെ മിസൈൽസ് തടയാനും അവർ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു പേടി കൊണ്ടല്ല, വളരെ കൃത്യമായ ഒരു സർവൈവൽ പദ്ധതിയാണിത്. യുദ്ധം വന്നാൽ തങ്ങളുടെ രാജ്യങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് അവർക്കറിയാം. ഇതിന് പിന്നിൽ പ്രധാനമായും 5 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം സമൂഹമാണ്. ഈ പ്രദേശത്ത് പ്രധാനമായും ഷിയ അതുപോലെ സുന്നി വിഭാഗങ്ങളാണ് ഉള്ളത്. ഇറാൻ പ്രധാനമായും ഒരു ഷിയ രാജ്യമാണ്. ഗൾഫ് രാജ്യങ്ങൾ പ്രധാനമായും സുന്നിയാണ്. ഇവർ തമ്മിൽ വളരെ കാലങ്ങളായി പ്രശ്നങ്ങളുണ്ട്. 7-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയ പ്രശ്നമാണ്. പ്രവാചകന്റെ പിൻഗാമി ആരാകണം എന്നതിനെ ചൊല്ലിയുണ്ടായ ഡിസ്പ്യൂട്ട് ഇപ്പോൾ വേറൊരു തലത്തിൽ എത്തിച്ചേർന്നു. ഇപ്പോൾ ഒരു യുദ്ധം ഉണ്ടായാൽ അത് വളരെ വേഗം മാറും. അതൊരു ഇസ്ലാമിക് സിവിൽ വാർ ആയി മാറും. ഇസ്രായേൽ ഈ അവസരം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അവർ വലിയ പ്രൊപ്പഗാൻഡ നടത്താൻ സാധ്യതയുണ്ട്. ഇതൊരു ഷിയ സുന്നി യുദ്ധമായി മാറ്റാൻ അവർ ശ്രമിക്കും. തങ്ങളുടെ രാജ്യങ്ങളിൽ ഒരു അസ്ഥിരത ഉണ്ടാക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും തങ്ങളുടെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ടെന്ന് സൗദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം മിലിറ്ററിയാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് മികച്ച ഡിഫെൻസീവ് കേപ്പബിലിറ്റീസ് ഉണ്ട്. എന്നാൽ അവർക്ക് മികച്ച ഒഫൻസീവ് കേപ്പബിലിറ്റീസ് ഇല്ല. അതിനായി അവർ പൂർണ്ണമായും US മിലിറ്ററി സഹായത്തെയാണ് ആശ്രയിക്കുന്നത്. ഈ പ്രദേശത്ത് കഴിഞ്ഞ നിരവധി വർഷങ്ങളായി US ബേസുകളുണ്ട്. കുവൈറ്റ് രാജ്യത്ത് US സൈന്യമുണ്ട്. അതുപോലെ ഖത്തർ രാജ്യത്തും കഴിഞ്ഞ 15 വർഷമായി US ബേസുകളുണ്ട്. പേട്രിയറ്റ് പോലെയുള്ള സിസ്റ്റങ്ങൾ അവിടെയുണ്ട്. അവ ഉപയോഗിച്ചാണ് അവർ മിസൈലുകൾ തടയുന്നത്. എന്നാൽ ഒരു യുദ്ധം വന്നാൽ US എപ്പോൾ വേണമെങ്കിലും പിന്മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങൾ ഒറ്റപ്പെടും. മറുവശത്ത് ഇറാൻ വളരെ ശക്തരാണ്. അവരൊരു യുദ്ധത്തിന് പൂർണ്ണ സജ്ജരാണ്. അവർക്ക് IRGC പോലെയുള്ള വലിയ സൈനിക വിഭാഗങ്ങളുണ്ട്. വർഷങ്ങളായി അവർ ഇതിനായി തയ്യാറെടുക്കുന്നു. ഈ മിലിറ്ററി ഇംബാലൻസ് ഉള്ളതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ യുദ്ധത്തിന് തയ്യാറാകുന്നില്ല. മൂന്നാമത്തെ കാരണം ഗ്ലോബൽ എക്കണോമിയാണ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് വലിയ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് വലിയൊരു സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻ ഉണ്ടാക്കും. എനർജി പ്രൈസുകൾ കുതിച്ചുയരും. ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കും. അതുപോലെ നാച്ചുറൽ ഗ്യാസ് വില വർദ്ധിക്കും. ഇത് വലിയൊരു ഗ്ലോബൽ ഇൻഫ്ലേഷൻ ഉണ്ടാക്കാൻ കാരണമാകും. മുൻപ് റഷ്യ ഉക്രൈൻ യുദ്ധം വന്നപ്പോൾ ഇത് സംഭവിച്ചതാണ്. അന്ന് ലോകം വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്ക്സ് വലിയ തീരുമാനങ്ങൾ എടുത്തു. തങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ്സ് വർദ്ധിപ്പിക്കാൻ അവർ നിർബന്ധിതരായി. വീണ്ടും ഒരു യുദ്ധം വന്നാൽ അത് താങ്ങാൻ ലോകത്തിന് കഴിയില്ല. US പോലും അത് ആഗ്രഹിക്കുന്നില്ല. US വലിയ തോതിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. എങ്കിലും അവർ വലിയൊരു കൺസ്യൂമർ കൂടിയാണ്. അതിനാൽ ഇൻഫ്ലേഷൻ കൂടിയാൽ അത് US രാഷ്ട്രീയത്തെ ബാധിക്കും. US തെരഞ്ഞെടുപ്പുകളിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തും. വിലക്കയറ്റം നിയന്ത്രിക്കുമെന്ന് പറഞ്ഞാണ് പല നേതാക്കളും അവിടെ തിരഞ്ഞെടുപ്പിൽ ജയിച്ചത്. കോസ്റ്റ് ഓഫ് ലിവിംഗ് കുറയ്ക്കുമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. അതുപോലെ എംപ്ലോയ്മെന്റ് വർദ്ധിപ്പിക്കുമെന്നും പറഞ്ഞു. എന്നാൽ ഇപ്പോൾ പല ലോക്കൽ ഇലക്ഷൻസിലും അവർ പരാജയപ്പെടുന്നു. ജനങ്ങൾക്ക് വലിയ നിരാശയുണ്ട്. US ഫെഡറൽ റിസർവ് US അഡ്മിനിസ്ട്രേഷൻ തമ്മിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇൻട്രസ്റ്റ് റേറ്റ്സ് കുറയ്ക്കുന്ന കാര്യത്തിലാണ് തർക്കം. ഇൻഫ്ലേഷൻ ഉള്ളതുകൊണ്ട് പലിശ കുറയ്ക്കാൻ കഴിയില്ല എന്ന് ഫെഡറൽ റിസർവ് പറയുന്നു. എന്നാൽ പലിശ കുറയ്ക്കണമെന്ന് സർക്കാർ പറയുന്നു. അതിനാൽ പുതിയൊരു സാമ്പത്തിക പ്രതിസന്ധി ആരും ആഗ്രഹിക്കുന്നില്ല. നാലാമത്തെ കാരണം ഇൻവെസ്റ്റ്മെന്റ് ഹബ്ബാണ്. കഴിഞ്ഞ 10-15 വർഷമായി ഗൾഫ് രാജ്യങ്ങൾ വലിയ മാറ്റങ്ങളുടെ പാതയിലാണ്. അവർ വെറും എണ്ണ ഉൽപ്പാദകർ എന്ന നിലയിൽ നിന്നും മാറുകയാണ്. അവർ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഹബ്ബായി മാറാൻ ശ്രമിക്കുന്നു. ഇതിനായി അവർ എക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷൻ നടപ്പിലാക്കുന്നു. എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ എക്കണോമിക് ഡൈവേഴ്സിഫിക്കേഷൻ ഇൻഡെക്സ് മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. AI മേഖലയിൽ അവർ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നു. അതുപോലെ ഡാറ്റാ സെന്റേഴ്സ് അവർ നിർമ്മിക്കുന്നു. കൂടാതെ കോംപ്ലക്സ് എഞ്ചിനീയറിംഗ് മേഖലകളിലും അവർ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നു. ഈ പ്രദേശത്ത് കഴിഞ്ഞ വർഷങ്ങളിൽ വലിയ തോതിൽ ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. 2018 സമയത്ത് 681 പ്രൊജക്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ 2023 ആയപ്പോൾ അത് 3 ഇരട്ടിയായി വർദ്ധിച്ചു. ബില്യൺ കണക്കിന് ഡോളറുകളാണ് സൗദി അറേബ്യ അതുപോലെ UAE എന്നിവിടങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടത്. ലോകത്തെ ഏറ്റവും വലിയ കമ്പനികളെല്ലാം ഇവിടെയുണ്ട്. ഗൂഗിൾ അവിടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതുപോലെ മെറ്റ വലിയ നിക്ഷേപം നടത്തി. കൂടാതെ NVIDIA, ആമസോൺ, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയവ ഇവിടെ വലിയ നിക്ഷേപങ്ങൾ നടത്തി. ഇതൊരു സേഫ് സോൺ ആണെന്ന വിശ്വാസത്തിലാണ് അവർ പണം നിക്ഷേപിച്ചത്. ഒരു യുദ്ധം വന്നാൽ ഈ സേഫ് സോൺ തകരും. നിക്ഷേപകർ എല്ലാം തങ്ങളുടെ പണം പിൻവലിക്കും. അവർ ആ പണം വേറെ രാജ്യങ്ങളിലേക്ക് മാറ്റും.
ഇത് ഇന്ത്യ പോലുള്ള രാജ്യത്തിന് വലിയൊരു നേട്ടമായി മാറിയേക്കാം. കമ്പനികളെല്ലാം തങ്ങളുടെ നിക്ഷേപം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. തങ്ങളുടെ സാമ്പത്തിക വളർച്ച തകർക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അവർ വളരെയധികം പണം മുടക്കി ഉണ്ടാക്കിയ ഈ സിസ്റ്റം തകരാൻ അവർ സമ്മതിക്കില്ല. അഞ്ചാമത്തെ കാരണം റെഫ്യൂജി ക്രൈസിസ് ആണ്. യുദ്ധം മൂലം ഇറാൻ തകർന്നാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. ലക്ഷക്കണക്കിന് ആളുകൾ അഭയാർത്ഥികളായി ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരും. ഇത് വലിയൊരു റെഫ്യൂജി ക്രൈസിസ് ഉണ്ടാക്കും. ഇപ്പോൾ തന്നെ പലരും അവിടെ നിന്നും മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട്. മുൻപ് സിറിയ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ നമ്മൾ ഇത് കണ്ടതാണ്. അതുപോലെ ലിബിയ കൂടാതെ ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും നമ്മൾ ഇത് കണ്ടു. അഭയാർത്ഥികൾ വരുന്നത് രാജ്യത്ത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് വർദ്ധിപ്പിക്കും. അത് വളരെ വലിയ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുപോലെ സായുധരായ മിലീഷ്യാസ് രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ ഇത് കാരണമാകും. ഗൾഫ് രാജ്യങ്ങൾ ഭരിക്കുന്നത് അതോറിറ്റേറിയൻ റെജീംസ് ആണ്. അവർക്ക് തങ്ങളുടെ രാജ്യങ്ങളിൽ വലിയ അധികാരമുണ്ട്. എന്നാൽ ഇത്തരം പ്രതിസന്ധികൾ അവരുടെ ഭരണത്തെ വലിയ രീതിയിൽ ബാധിക്കും. തങ്ങളുടെ അധികാരം നഷ്ടപ്പെടാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതിനാൽ എന്ത് വില കൊടുത്തും ഒരു റെഫ്യൂജി ക്രൈസിസ് ഒഴിവാക്കാൻ അവർ ശ്രമിക്കുന്നു. ഇത്രയൊക്കെ ആണെങ്കിലും ഈ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ തീർച്ചയായും യുദ്ധത്തിനിറങ്ങും. ഒന്നാമത്തെ കാര്യം ഡീസാലിനേഷൻ പ്ലാന്റ്സ് ആക്രമിക്കപ്പെട്ടാലാണ്. ഗൾഫ് രാജ്യങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കുന്നത് ഈ പ്ലാന്റുകളിൽ നിന്നാണ്. വെള്ളമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അതിനാൽ ഇത്തരം കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അവർ തീർച്ചയായും തിരിച്ചടിക്കും. രണ്ടാമത്തെ കാര്യം റൂളിംഗ് ഫാമിലീസ് ആക്രമിക്കപ്പെട്ടാലാണ്. ഭരണാധികാരികളെ നേരിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അവരുടെ താമസ സ്ഥലങ്ങളിൽ ആക്രമണം ഉണ്ടായാൽ അവർ വെറുതെ ഇരിക്കില്ല. അത് വലിയൊരു അസാസിനേഷൻ ശ്രമമായി കണക്കാക്കും. മൂന്നാമത്തെ കാര്യം സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസ് പൂർണ്ണമായും അടച്ചു പൂട്ടിയാലാണ്. ഇത് ഗൾഫ് രാജ്യങ്ങളുടെ എക്കണോമി പൂർണ്ണമായും തകർക്കും. എണ്ണ വിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. ജനങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പോലും അവർക്ക് കഴിയില്ല. അതിനാൽ അത്തരം കടുത്ത സാഹചര്യങ്ങൾ വന്നാൽ അവർ തീർച്ചയായും ഒരു ഫുൾ ഫ്രണ്ടൽ വാർ തുടങ്ങും. ചുരുക്കത്തിൽ ഗൾഫ് രാജ്യങ്ങൾ വളരെ ബുദ്ധിപരമായ ഒരു നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അവർ നിരന്തരമായ അറ്റാക്സ് നേരിട്ടിട്ടും വളരെ വലിയ ക്ഷമ കാണിക്കുന്നു. ഇതൊരു വളരെ ബോൾഡ് മെഷറാണ്. യുദ്ധം വന്നാൽ അത് മൾട്ടി ഡയമെൻഷനായ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അവർ തിരിച്ചറിയുന്നു. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് ഡിപ്ലോമാറ്റിക് ചാനൽസ് വഴി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. സമാധാനം നിലനിർത്തുക എന്നത് എല്ലാവരുടെയും ആവശ്യമാണ്. അതാണ് ഈ രാജ്യങ്ങളും ഇപ്പോൾ ചെയ്യുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.